നമസ്കാരം. ഡൽഹിയിൽ ഭരണം നിലനിർത്താൻ എന്ത് നാറിയ കളികൾക്കും മടിയില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. BJP-യുമായിട്ടാണ് ഡൽഹിയിൽ പോരാട്ടമെന്ന് പ്രഖ്യാപിച്ച AAP ആദ്യം കോൺഗ്രസിനെ മൈൻഡ് ചെയ്യാതെയാണ് മുന്നോട്ട് പോയത്. പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നേരിട്ടിറങ്ങിയതോടെ AAPക്ക് അപകടം മണത്തു. എന്നാൽ പിന്നെ കോൺഗ്രസിനെ മുഖ്യ ശത്രുക്കളുടെ ലിസ്റ്റിൽപ്പെടുത്തിയാൽ പിന്നീടുള്ള പ്രചരണം അങ്ങനെയാക്കാം എന്നവർ തീരുമാനിച്ചു. അതിനായി പടച്ചുവിട്ട നുണകളുടെ കെട്ടുമായിട്ടാണ് AAP പോരാട്ടം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യ ശത്രുക്കളുടെ ലിസ്റ്റിൽ മോദിയും അമിത്ഷായും യോഗിയും രാഹുൽ ഗാന്ധിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മത്സരിച്ച കോൺഗ്രസിനെയാണ് ഇപ്പോൾ AAP ഒറ്റപ്പെടുത്തുന്നത്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മോശക്കാരായി ചിത്രീകരിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന ധാരണയിലാണ് AAP മുന്നോട്ട് പോകുന്നത്. ഇക്കഴിഞ്ഞ ദിവസം AAP നടത്തിയ വൃത്തികെട്ട ഒരു പ്രചാരണ രീതിയുണ്ട്. സത്യസന്ധരല്ലാത്ത നേതാക്കളുടെ ലിസ്റ്റ് പുറത്തുവിട്ട AAP ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്ററിലാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ആം ആദ്മി പാർട്ടി ചേർത്തിരിക്കുന്നത്. ഇതിനെതിരെ ഡൽഹിയിൽ വലിയ പ്രക്ഷോഭമാണ് കോൺഗ്രസ് നടത്തുന്നത്. BJP-യും ആം ആദ്മിയും ഒരു നാണയത്തിന്റെ ഇരുവശമാണെന്നും ഇരുവരും തമ്മിൽ വ്യത്യാസമില്ലെന്നും കോൺഗ്രസ് വക്താവ് ജയ്റാം രമേശ് ചൂണ്ടിക്കാട്ടി. BJP-ക്കും ആം ആദ്മിക്കുമെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പോരാടുന്നു. BJP-യുടെ B ടീമാണ് ആം ആദ്മി. BJP-യും ആം ആദ്മിയും തമ്മിൽ ഒത്തുകളി നടക്കുന്നു. RSS-ൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് AAP ഭരണം നടത്തുന്നതെന്നും ജയറാം രമേശ് വ്യക്തമാക്കുന്നു. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന് വേണ്ടി യാചിച്ചത് ആം ആദ്മിയാണെന്നും വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബ കെജ്രിവാളിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അരവിന്ദ് കെജ്രിവാളിന് ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം വിടുകയാണെന്ന് പ്രഖ്യാപിക്കണം. ശക്തരായ 100 MP-മാരാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ 7 സീറ്റും BJP-ക്ക് വിട്ടുകൊടുത്തയാളാണ് അരവിന്ദ് കെജ്രിവാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിൽ യാചിച്ചയാളാണ് കെജ്രിവാൾ. ഡൽഹിയിൽ 7 സീറ്റിന് വേണ്ടി നിങ്ങളുമായി സഖ്യമുണ്ടാക്കിയതാണ് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇത് കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായെന്നും അൽക്ക ലാംബ പറയുന്നു. എന്തായാലും BJP-യുടെ പോസ്റ്റർ രാജ്യ തലസ്ഥാനത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. BJP നേതാക്കളായ മോദിക്കും അമിത്ഷായ്ക്കും യോഗിക്കും പുറമെ BJP നേതാക്കളായ അനുരാഗ് ഠാക്കൂർ, വീരേന്ദ്ര സച്ദേവ, പർവേഷ് വർമ്മ, രമേശ് ബിധുരി എന്നിവരോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് ദീക്ഷിത്, അജയ് മക്കാൻ എന്നിവരുടെ ചിത്രവും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും താഴെ സത്യസന്ധതയ്ക്ക് ഒരു മുഖമുണ്ടെങ്കിൽ അത് കെജ്രിവാളാണെന്ന വാചകവും ഈ നുണ പോസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുണ്ട്.